ഞാൻ പലപ്പോഴും ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പലരും അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് എന്താ പറയാ, ഓക്കെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എവിടെയെങ്കിലും എത്തും, എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എവിടെയെങ്കിലും എത്തും എന്നും കൊണ്ട് കൈയും കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒരിക്കലും വരില്ല. അതായത് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചേഞ്ച് ആവണം, നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ആവണം, നമ്മുടെ ആക്ഷൻസ് ചേഞ്ച് ആവണം. അതൊക്കെ കഴിഞ്ഞാൽ അതിലൊക്കെ ചേഞ്ച് വരുത്തി അത് എന്താണ് നമ്മുടെ ഒരു ലൈഫിലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒക്കെ വരുന്നേ. അല്ലാതെ ഒരിക്കലും എന്റെ സമയം വരും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എന്റെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫെയ്ത്ത് ഉണ്ട്, അത്രയും 100% കോൺഫിഡൻസ് ആണ്, ഞാൻ ഭയങ്കര വിഷ്വലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്തിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയാ, നമുക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിൽ ഫ്രണ്ടിൽ ഫുഡ് വന്നു, പക്ഷെ നമ്മൾ എടുത്ത് കഴിച്ചില്ല, ശരി വായിൽ വെച്ചും തന്നു, ചവച്ചരക്കേണ്ടത് നമ്മളല്ലേ. ആ ഒരു ആക്ഷൻ നമ്മുടെ ചെയ്താലല്ലേ നമ്മുടെ വിശപ്പ് മാറത്തുള്ളൂ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു കഴിഞ്ഞാലും നമ്മുടെ ആക്ഷൻസ് കറക്റ്റ് അല്ല, നമ്മുടെ ഹാബിറ്റ്സ് ഭയങ്കര ഇംപ്രോപ്പർ ആയിട്ടാണ് പോകുന്നത്, നമ്മൾ ഒട്ടും ഡിസിപ്ലിൻഡ് ആയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലൈഫ് ചേഞ്ച് ആവില്ല, നമ്മുടെ സമയം ഒട്ടും വരത്തുമില്ല. സോ ഈ ഒരു കാര്യം പലപ്പോഴും പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വരുന്ന ചില DMs ഒക്കെ കാണുന്ന സമയത്ത് ത്രൂ ഞാൻ പറയുന്നതിലൂടെ അതിനെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് മിണ്ടാതെ ഫെയ്ത്ത് വെച്ചിട്ട് ഇരുന്നാൽ മതി, കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ മതി, നിങ്ങളുടെ സമയം വരും, ആൻഡ് നിങ്ങളിപ്പോ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങളുടെ സമയം വരും എന്നൊക്കെ പറയുന്ന സമയത്ത് മിണ്ടാതിരുന്നാൽ സമയം വരും, ആ ഒരു രീതിയിൽ അതിന് ആ ഒരു കണ്ടസ്റ്റ് ആ ഒരു രീതിയിൽ പോണ പോലെ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലിറ്ററലി ഒരു എന്താ പറയാ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അതായത് ഇപ്പൊ പോകുന്ന പോലൊന്നും പോയാ പോരാ, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണം, ലൈഫിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇപ്പൊ മുതൽ എന്താ പറയാ നിങ്ങളുടെ ഹാബിറ്റ്സിൽ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് വേണ്ട അതേപോലെയാണോ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ ഹാബിറ്റ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം അതിലോട്ട് എത്താനായിട്ട്. ആ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യുക, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം കൺസിസ്റ്റന്റ് ആകുമ്പോൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ട് എത്താനായിട്ട് വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുക, അതിനുവേണ്ടി എഫേർട്ട് ഇടുക, നിങ്ങളുടെ നോളേജ് ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളെ ബെറ്റർ ആക്കുക, നിങ്ങളുടെ ഫിറ്റ്നസിൽ വർക്ക് ചെയ്യുക. അതായത് അവിടോട്ട് എത്ര ഈ പറഞ്ഞ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആ ഒരു ലെവലിലൂടെ എത്താനായിട്ട് വേണ്ടത്, ഇപ്പൊ പോകുന്ന പോലെ ലൈഫ് പോയാൽ പോലെ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഇവിടെ എത്തണം അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അവിടോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ആക്ഷൻസും ആ ഹാബിറ്റ്സും ഡെയിലി ബേസിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് അവിടെ എത്തത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതന്നെയാണ് നിങ്ങൾ അടുത്തൊരു 5 വർഷത്തോട്ടോ അല്ലെങ്കിൽ 1 വർഷം 2 വർഷത്തോട്ടും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണോ ലൈഫ് പോകുന്നത് ആ സെയിം ലൈഫ് തന്നെ ആയിരിക്കും ആഫ്റ്റർ 5 ഇയേഴ്സ് ഉണ്ടാവുക. അതൊരു മിറാക്കിൾ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ആരുടെ ലൈഫിൽ ആ മിറാക്കിൾ സംഭവിക്കുന്ന അറിയാമോ? അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, അത്രയും ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലാണ് ഒരു ടൈമിൽ ലക്ക് അല്ലെങ്കിൽ മിറാക്കിൾ സംഭവിക്കുക. അതായത് ലൈഫ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഷാർപ്നെസ് വേണ്ടേ? നിങ്ങളുടെ സ്കിൽസിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസിലായിക്കോട്ടെ, ആ ഒരു ഷാർപ്നെസ് എങ്ങനെയാ വരണേ? ഡെയിലി ബേസിൽ ചെയ്തു പോകുന്നവനെ സംബന്ധിച്ചോളം ഒരു ലക്ക് കൂടി വരുമ്പോൾ രണ്ടും കൂടി ആംപ്ലിഫൈ ചെയ്ത് അവന്റെ ലൈഫിൽ ഒരു മിറാക്കിൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം അവന് എത്ര വലിയ ഓപ്പർച്യൂണിറ്റി വന്നാലും അത് യൂസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഒരു വ്യക്തിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഇങ്ങനെ പോകും. ആ ഒരു ലക്ക് വരും, ചിലപ്പോൾ ഒരു 5 ഒരു സമയത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും, അതിന് പോവുക തന്നെ ചെയ്യും. അതേസമയം നിങ്ങളും അടിപൊളിയാണ്, നിങ്ങളൊരു ബെറ്റർ ആയിട്ടുള്ള വേർഷനിലാണ് നിൽക്കണം, നിങ്ങൾക്ക് ഒരു ലക്കും കൂടി വരികയാണെന്നുണ്ടെങ്കിലോ അത് ഭൂമിയും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സോ അങ്ങനെയാണ് മിറാക്കിൾസ് ക്രിയേറ്റ് ആവുന്നത് ലൈഫിൽ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ലക്കിൽ മാത്രമല്ല ഒരു വ്യക്തി എവിടെയെങ്കിലും എത്തുന്നത്. അപ്പൊ ആ ഒരു ലക്ക് എന്നെ ആരെങ്കിലും വന്ന് സഹായിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോണ്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ എന്താ പറയാ ആർക്കോ വേണ്ടി ഞാൻ വിശ്വസിച്ചിരിക്കണം എന്ന ലെവലിൽ ഇരിക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ പണിയെടുക്കുക, അതിന്റെ കൂടെ ഫെയ്ത്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്റെ ബെസ്റ്റ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പണിയെടുക്കുക. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം. ആഫ്റ്റർ ദാറ്റ് ഫെയ്ത്ത് വെക്കുക, ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ ബിലീഫ് വെക്കുക, യൂണിവേഴ്സിൽ ബിലീഫ് വെക്കുക. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ലീഡ് ടു ദി യൂണിവേഴ്സ്. അത് ഓക്കെ. അതായത് ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അല്ലാതെ കംപ്ലീറ്റ്ലി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് എല്ലാം കൊണ്ടുതരണം വേണ്ടി കൈയും കെട്ടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നത്തിങ് ഗോയിങ് ടു വർക്ക്. ആ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ തലയിൽ കയറ്റി വെക്കുക. അല്ലാതെ പലരും ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക വിഷ്വലൈസേഷൻ ആ ഒരു രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാതിരുന്നാൽ മതി, ഒക്കെ വന്നോളും. അങ്ങനെയല്ല,
ദാറ്റ് ഇസ് എ മിത്ത്. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പണിയെടുക്കുക തന്നെ വേണം. ബാലൻസ് ഒരു പുഷ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടും, പക്ഷെ നമ്മൾ പണിയെടുക്കുക തന്നെ വേണം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് എപ്പോഴും നമ്മുടെ തലയിൽ വേണം, അല്ലാതെ നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ ഒന്നും ഇതാവില്ല. സോ ഡു യുവർ ബെസ്റ്റ്, വർക്ക് ഹാർഡ്, ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ചേഞ്ച് യുവർ ആക്ഷൻസ് ആൻഡ് ഹാവ് ഫെയ്ത്ത്, ബാലൻസ്, സറണ്ടർ, leave to the universe. അത്രേ ഉള്ളൂ. So yeah, it's all about this video.